ഇടത് വലത് കൂട്ടുമുന്നണി ഭരണത്തിൽ വികസനം മുരടിച്ച് തൃപ്പൂണിത്തുറ. നഗരസഭയുടെ കെടുകാര്യസ്ഥതയുടെ തെളിവായി മാറുകയാണ് തിരുവാങ്കുളത്തെ ഇനിയും തുറക്കാത്ത മുനിസിപ്പൽ മിനി ടൗൺ ഹാളും ലക്ഷങ്ങൾ മുടക്കിയ ഷോപ്പിംഗ് കോംപ്ലക്സും നോക്കുകുത്തികളായ വാട്ടർ കിയോസ്കുകളും. ഇടത് വലത് മുന്നണികളെ തുറന്നു കാണിച്ച് പ്രചരണം ശക്തമാക്കുകയാണ് തൃപ്പൂണിത്തുറ നഗരസഭയിലെ തിരുവാങ്കുളം ടെമ്പിൾ വാർഡ് NDA സ്ഥാനാർത്ഥി വി അജിത് കുമാർ. ജിജീഷ് കരുണാകരൻ വിശദാംശങ്ങൾ നൽകാൻ കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ജിജീഷ്, ഈ കൂട്ടുമുന്നണി ഭരണത്തിൽ വികസനം മുരടിച്ചിരിക്കുകയാണ് തൃപ്പൂണിത്തുറയല്ലേ? ഒരു വികസന പ്രവർത്തനങ്ങളും കൃത്യമായി നടത്താൻ ഇടതുമുന്നണി, നിലവിലെ ഭരണസമിതിയായ ഇടതുമുന്നണിക്കോ അതിനെ മുമ്പ് ഭരിച്ച UDF-നോ കഴിഞ്ഞിട്ടില്ല. ഈ മാറി മാറി ഭരിച്ച മുന്നണികളുടെ വലിയ പരാജയങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് അവിടെ BJP പ്രചരണ രംഗത്തുള്ളത്. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഉദ്ഘാടനം ചെയ്ത ശേഷം ഇനിയും തുറക്കാത്ത തൃക്കാക്കര മുനിസിപ്പൽ ടൗൺ ഹാൾ, മിനി ടൗൺ ഹാൾ ഉണ്ട്. ലക്ഷങ്ങൾ മുടക്കിയ ഷോപ്പിംഗ് കോംപ്ലക്സ്, അതിന്റെ നിർമ്മാണ ചെലവിൽ തന്നെ വലിയ ദുരൂഹതകൾ, സംശയങ്ങളെല്ലാം തന്നെ ഉണ്ട്. പല മടങ്ങ് തുക കാണിച്ചിരിക്കുന്നു. അതുപോലെ തന്നെയാണ് നോക്കുകുത്തിയായ വാട്ടർ കിയോസ്കുകൾ 2 ആരംഭിച്ചു. എന്നാൽ തിരുവാങ്കുളത്തെ വാട്ടർ കിയോസ്കിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും ആളുകൾക്ക് കുടിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. കുട്ടിഘോഷിച്ചു നടത്തിയ ഇത്തരം പദ്ധതികളെല്ലാം തന്നെ പാതി വഴിയിൽ നിർത്തുകയോ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ വലിയ വീഴ്ച സംഭവിക്കുകയോ എല്ലാം തന്നെ ചെയ്ത സംഭവങ്ങളാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചാണ് BJP പ്രചാരണ രംഗത്ത് ശക്തമായി മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് തൃപ്പൂണിത്തുറ നഗരസഭയിലെ തിരുവാങ്കുളം ടെമ്പിൾ വാർഡിൽ ഈ 2 സംഭവങ്ങൾ, അതായത് മുനിസിപ്പാലിറ്റിയുടെ അലംഭാവത്തിന്റെ തെളിവായി നിൽക്കുന്ന 2 കാര്യങ്ങൾ അവിടെയാണ് ഉള്ളത്, ആ വാർഡിലാണ് ഉള്ളത്. ഒന്ന്, ടൗൺ ഹാള്, ഇനിയും തുറക്കാത്ത കാട് പിടിച്ചു കിടക്കുന്ന ടൗൺ ഹാള്, ലക്ഷങ്ങൾ മുടക്കിയ ഷോപ്പിംഗ് കോംപ്ലക്സ്, ഇതുവരെ നോക്കുകുത്തിയായി മാത്രം നിൽക്കാൻ വിധിക്കപ്പെട്ട വാട്ടർ കിയോസ്കുകൾ. അതുകൊണ്ട് തന്നെ ആ വാർഡിൽ മത്സരിക്കുന്ന BJP സ്ഥാനാർത്ഥി, NDA സ്ഥാനാർത്ഥി വി അജിത് കുമാർ ഈ പ്രശ്നങ്ങളെല്ലാം കൃത്യമായി മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെ ജനങ്ങൾക്കിടയിൽ ചർച്ചയാക്കിക്കൊണ്ട് തന്നെയാണ് പ്രചരണ രംഗത്ത് സജീവമായിരിക്കുന്നത്. ജനങ്ങളും അവിടെ വലിയ പിന്തുണ NDA സ്ഥാനാർത്ഥികൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് നൽകുകയും ചെയ്യുന്നുണ്ട്. BJP മണ്ഡലം പ്രസിഡന്റ് കൂടിയായ അജിത് കുമാർ മത്സര രംഗത്ത് ഇറങ്ങുമ്പോൾ ശക്തമായ ഒരു മത്സരം അവിടെ കാഴ്ചവെക്കുന്നു. ഈ പ്രശ്നങ്ങൾ കൃത്യമായി തന്നെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. പ്രദേശവാസികളടക്കം അവരുടെ വെള്ളക്കെട്ടടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തിയിരുന്നു. തകർന്ന റോഡുകൾ, ഇനിയും നന്നാക്കാത്ത തകർന്ന റോഡുകളെ സംബന്ധിച്ചുള്ള പരാതികൾ അവിടെ നിലവിൽ കോൺഗ്രസിന്റെ കൗൺസിലറാണ്, UDF-ന്റെ കൗൺസിലറാണ് വാർഡിനെ പ്രതിനിധീകരിക്കുന്നത്. നഗരസഭ ഭരിക്കുന്നതാകട്ടെ LDF. ഈ 2 കക്ഷികൾക്കും വികസനം കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. ഈ വാർഡിൽ നിന്ന് മാത്രമല്ല, തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയുടെ ഒരു ഭാഗത്തും വികസനം കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവ് തന്നെയാണ് ഇത്തരത്തിൽ മുനിസിപ്പൽ ടൗൺ ഹാള്. അതിന് മതിയായ അനുമതികളൊന്നും തന്നെ ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്. ഫയർ അനുമതി അടക്കം ഇനിയും ലഭിക്കാനുണ്ട്. അങ്ങനെയാണ് തുറക്കാൻ ഇതുവരെ ഒരു പരിപാടിക്കും തുറന്നു കൊടുക്കാതെ കാട് പിടിച്ച് നശിക്കുന്ന സ്ഥിതിയിലുള്ളത്. ഒപ്പം തന്നെയാണ് ഈ വാട്ടർ കിയോസ്കിന്റെ വിഷയം. 2015 ഉദ്ഘാടനം ചെയ്ത ഷോപ്പിംഗ് കോംപ്ലക്സ്, തകർന്ന റോഡുകളെല്ലാം തന്നെ പ്രധാന ചർച്ചാ വിഷയമാകുമ്പോൾ വലിയ മുന്നേറ്റം ഇടതു വലതു മുന്നണികൾക്കെതിരെ പ്രതീക്ഷിക്കുകയാണ് NDA.